കുഴപ്പമില്ല കണ്ടിരിക്കാൻ കൊള്ളാം. ഇപ്പോഴത്തെ ഒന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പടം. പക്ഷെ അതിനകത്ത് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ഒരു നല്ലൊരു പടം എന്ന് പറയുന്ന പാലും പഴം എന്ന് പറയുന്ന ഈ സിനിമ തന്നെയാണ്. മൂവി മീര ജാസ്മിൻ്റെ നല്ലൊരു തിരിച്ചുവരവ്, നല്ലൊരു മൂവി ആയിട്ടത് കാണാൻ കഴിഞ്ഞത് സ്ത്രീകളെ ലൈഫിനെ പറ്റി ആണ് എനിക്ക് കൂടുതലും മനസ്സിലാക്കാൻ കഴിഞ്ഞത്. നല്ല കോമഡി ആയിരുന്നു, നല്ല എൻ്റർടൈൻമെൻറ്റ് മൂവി ആയിരുന്നു. വലിയ ലാഗൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പേഴ്സണലി എനിക്ക് നല്ല ഇഷ്ടമായി. ആ കോംബോ വർക്കൗട്ട് ആയിട്ടുണ്ടായിരുന്നു, നന്നായിട്ടുണ്ടായിരുന്നു. ക്ലൈമാക്സ് എന്ന് പറയുന്നത് വലിയൊരു സംഭവമല്ല, പക്ഷേ എങ്കിൽ പോലും കൊള്ളാം, നന്നായിട്ടുണ്ടായിരുന്നു. എന്താണ് അടിപൊളി, മൊത്തത്തിൽ അടിപൊളിയാണ്, നല്ലൊരു ഫിലിം തന്നെയാണ്. ഇപ്പോഴത്തെ ഒന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പടം. പക്ഷെ അതിനകത്ത് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ഒരു നല്ലൊരു പടം എന്ന് പറയുന്ന പാലും പഴം എന്ന് പറയുന്ന ഈ സിനിമ തന്നെയാണ്. ഒരു വ്യത്യസ്തമായിട്ടൊരു കഥ, പിന്നെ അത് രസകരമായിട്ട് എടുത്തിരിക്കുന്നു. നല്ല തിരക്കഥയായാലും ഡയറക്ഷനായാലും എല്ലാം നല്ലതാണ്. എനിക്ക് ഫാമിലിയെക്കാട്ടും കൂടുതൽ നമ്മുടെ പിള്ളേർക്ക് വന്നിരുന്ന് കണ്ട് രസിക്കാവുന്ന അടിപൊളി ഒരു സിനിമ തന്നെയാണ്. കുഴപ്പമില്ല കണ്ടിരിക്കാൻ കൊള്ളാം. മൂവി മീര ജാസ്മിൻ്റെ നല്ലൊരു തിരിച്ചുവരവ്, നല്ലൊരു മൂവി. അവർ തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ തന്നെയാണ്, നല്ലൊരു എൻ്റർടൈനിങ് കോംബോ ആണ്, നല്ലൊരു മൂവി. ഓസം മൂവി, ഒന്നും പറയാനില്ല, വേറെ ലെവൽ. എല്ലാവരും വന്ന് കാണേണ്ട സിനിമയാണ്, മസ്റ്റ് വാച്ചാണ്. കോമഡി വേറെ ലെവൽ. പക്ഷെ ചിരിക്കാൻ ആഗ്രഹമുള്ളവർ വന്ന് ചിരിക്കാം, പക്ഷേ എക്സ്പെക്റ്റേഷനും വേണ്ട, എങ്കിലും ചിരിക്കാൻ പറ്റിയ സിനിമ ആണ്. അല്ല ഫാമിലി ആയിട്ട് കാണാൻ പറ്റിയ ഒരു സിനിമ. അതെ മൂവി അടിപൊളിയായിരുന്നു. ഒരു ഏജ്ഡ് ആയിട്ടുള്ള ഒരു സ്ത്രീ മാരേജ് ചെയ്യുന്ന ഒരു ഇത് നോർമലൈസ് ചെയ്ത് കാണിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് മൂവി ആയിരുന്നു. അതുപോലെ തന്നെ എനിക്ക് മെയിനായിട്ട് അതിനകത്ത് കാണാൻ കഴിഞ്ഞത് സ്ത്രീകളെ ലൈഫിനെ പറ്റി ആണ് എനിക്ക് കൂടുതലും മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ആക്ച്വലി എങ്ങനെയാണ് അത് പുരുഷനായാലും സ്ത്രീ ആയാലും സ്ത്രീയുടെ ശത്രു തന്നെയാണെന്നുള്ള കാര്യം മനസ്സിലായി. അതുപോലെ തന്നെ സ്വന്തം കാലിൽ നിന്നിട്ട് ആ ഒരു സ്ത്രീ അത് എങ്ങനെയാണ് അവളുടെ ലൈഫ് വീണ്ടും തിരിച്ചെടുത്തതെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഒരുപാട് ഇൻഫർമേഷൻ ആക്ച്വലി നമുക്ക് ഈ മൂവിയിൽ നിന്ന് കിട്ടുന്നുണ്ട്. അതൊരു കോമഡി രീതിയിൽ അവതരിപ്പിക്കുകയും ചെയ്ത് നമുക്ക് കണ്ടിരിക്കാൻ പറ്റുന്നുണ്ട്. അത് ആക്ച്വലി ലാഗ് അടുപ്പിക്കുന്നില്ല. പിന്നെ ഇമോഷണൽ റോളർ കോസ്റ്റർ ആയിരുന്നു എല്ലാ രീതിയിലും. കാരണം ചിരിക്കാനുണ്ടായിരുന്നു, സങ്കടപ്പെടാനുണ്ടായിരുന്നു, അവസാനം സന്തോഷം ഉണ്ടായിരുന്നു. എല്ലാ രീതിയിലും ഒരു അടിപൊളി, ഒരു ന്യൂജൻ 80s മിക്സ് ചെയ്തിട്ട് മനസ്സിലാക്കുന്ന കുറേ ഇൻഫർമേഷൻ തരുന്ന ഒരു അടിപൊളി മൂവി.